ഭൂമിയിൽ അയഥാർത്ഥമെന്ന് തോന്നിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. കാണും വരെ നമ്മളത് വിശ്വസിക്കില്ല. കണ്ണാടി പോലെ തിളങ്ങുന്ന ഉപ്പുരസമുള്ള മരുഭൂമികളുടെ, ആകാശത്തൊഴുകി നടക്കുന്ന പർവ്വതങ്ങളുടെ, മഞ്ഞുപോലെ വെളുത്ത് തിളങ്ങുന്ന കടൽ തീരങ്ങളുടെ, അന്യഗ്രഹങ്ങളിലെ പോലുള്ള വനങ്ങളുടെ അവിശ്വസനീയമായ കാഴ്ചകൾ, ഭൂമിയിൽ ചിതറിക്കിടക്കുന്ന 20 അത്ഭുത കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. സലാർ ഡി ഉയിനി, ബൊളീവിയ. ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് സമതലമാണ് സലാർ ഡി ഉയിനി. ബൊളീവിയയിൽ മരവിച്ചു പോയൊരു സമുദ്രം പോലെ അത് അനന്തമായി വ്യാപിച്ചു കിടക്കുന്നു. മഴക്കാലത്ത് ഒരു നേർത്ത ജലപാളി അതിനെ ഒരു വലിയ കണ്ണാടി പോലെയാക്കും. സലാർ ഡി ഉയിനിയിൽ ചക്രവാളം കാണാൻ കഴിയാത്ത വിധം അനന്തമായ സമതലങ്ങൾ ആസ്വദിക്കാം. നമ്മൾ പഞ്ഞിക്കെട്ട് പോലുള്ള മേഘപടലങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ തോന്നും. ഭൂപ്രകൃതി നിശബ്ദവും വിശാലവും അവിശ്വസനീയവുമാണ്. ഭീമാകാരമായ കള്ളിച്ചെടികൾ കൊണ്ട് മൂടിയ അഗ്നിപർവ്വത ദ്വീപുകൾ അകലെ കാണാം. സൂര്യോദയത്തിലും അസ്തമയത്തിലും നിറങ്ങൾ നാടകീയമായി മാറുന്നു. ഭൂമിയിലെ ഏറ്റവും അവിശ്വസനീയമായ ദൃശ്യങ്ങളിലൊന്ന്. ആൻറ്റലോപ്പ് കാനിയൻ, USA. അരിസോണ മരുഭൂമി മറച്ചു പിടിച്ചിരിക്കുന്ന ആൻറ്റലോപ്പ് കാനിയൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി വെള്ളപ്പൊക്കത്തിൽ കൊത്തിയെടുത്ത ഇടുങ്ങിയ മലയിടുക്കാണ്. അതിൻ്റെ മിനുസമാർന്ന മണൽക്കല്ല് ചുവരുകൾ ഒഴുകുന്ന പട്ടുചേല പോലെ അനന്തതയിലേക്ക് പടർന്നു കയറിപ്പോകുന്നു. ഇവ ഓറഞ്ച്, ചുവപ്പ്, സുവർണ്ണ നിറങ്ങളിൽ തിളങ്ങും. സൂര്യരശ്മികൾ കാനിയന് മുകളിലുള്ള ഇടുങ്ങിയ തുറസുകളിലൂടെ പ്രവേശിക്കുമ്പോൾ അവ മലയിടുക്കിൻ്റെ താഴ്വാരത്ത് നൃത്തം ചെയ്യുന്ന നാടകീയമായ പ്രകാശരേണുക്കൾ സൃഷ്ടിക്കും. ഓരോ ചുവടിലും പുതിയ ആകൃതികളും പാറ്റേണുകളും വെളിപ്പെടും. ഫോട്ടോഗ്രാഫർമാരുടെ പറുദീസയാണ് ആൻറ്റലോപ്പ് കാനിയൻ. ആൻറ്റലോപ്പ് കാനിയൻ ജീവനുള്ളതായി തോന്നുന്നു, പാറകൾ തന്നെ വെളിച്ചം ശ്വസിക്കുന്നത് പോലെ. പ്ലിറ്റിസ് ലേക്ക് ദേശീയോദ്യാനം, ക്രൊയേഷ്യ. ഒരു നിബിഡ വനപ്പടർപ്പിനുള്ളിലെ വെള്ളച്ചാട്ടങ്ങളുടെയും സ്ഫടിക സമാനമായ തടാകങ്ങളുടെയും സ്വപ്നതുല്യമായ ഒരു ശൃംഖലയാണ് ക്രൊയേഷ്യയിലെ പ്ലിറ്റിസ് ലേക്ക് നാഷണൽ പാർക്ക്. ഇത് ഭൂമിയിലാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ മനോഹരം. കാടുകൾ തടാകങ്ങളിൽ ഒഴുകി നടക്കുകയാണ്. 16 ടർക്കോയ്സ് തടാകങ്ങളുണ്ട് പ്ലിറ്റിസിൽ. ഇവ പരസ്പരം തടിപ്പാലങ്ങൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. തടാകത്തിലെ വെള്ളത്തിൽ കലർന്നിരിക്കുന്ന ധാതുക്കളുടെയും കാലാവസ്ഥയുടെയും ഗതിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ നിറം നിരന്തരം മാറും. മരതകപ്പച്ചയും കടും നീലയുമാണ് പ്ലിറ്റിസ് തടാകത്തിൻ്റെ സ്വാഭാവിക നിറങ്ങൾ. ചെറുവെള്ളച്ചാട്ടങ്ങൾ കാടിനുള്ളിലെ സമതലങ്ങളിലേക്ക് സൗമ്യമായി വീഴുന്നു, ഒരു യക്ഷിക്കഥയുടെ ലൊക്കേഷൻ പോലെ. ശരത്കാലത്ത് സ്വർണ്ണ നിറമുള്ള ഇലകൾ വെള്ളത്തിൽ പ്രതിഫലിക്കും. ശൈത്യകാലത്ത് തണുത്തുറഞ്ഞ വെള്ളച്ചാട്ടങ്ങൾ പാർക്കിനെ മഞ്ഞിൻ്റെ വണ്ടർലാൻഡാക്കുന്നു. പമുക്കാലെ, തുർക്കി. കോട്ടൺ കാസിൽ എന്നാണ് തുർക്കിയിലെ പമുക്കാലെ അറിയപ്പെടുന്നത്. അതൊരു മഞ്ഞുമല പോലെ കാണുമെങ്കിലും അവ ധാതുസമ്പന്നമായ ചൂട് നീരുറവകളാൽ സൃഷ്ടിക്കപ്പെട്ട വെളുത്ത ട്രാവർട്ടിൻ ടെറസുകളിൽ നിന്ന് രൂപപ്പെടുന്ന മൃദുവായ പാറകളാണ്. ചൂടുള്ള വെള്ളം തട്ടുകളായി തിരിച്ചതുപോലുള്ള കുളങ്ങളിലൂടെ സൗമ്യമായി ഒഴുകുന്നു.
ഇവ തിളക്കമുള്ള കാൽസ്യം നിക്ഷേപങ്ങൾ അവശേഷിപ്പിക്കുന്നു. പമുക്കലയുടെ താഴ്വരയിലൂടെ സന്ദർശകർക്ക് ആഴം കുറഞ്ഞ ആകാശനീല നിറത്തിലുള്ള ചെറു ജലാശയങ്ങളിൽ കുളിക്കാം. സമീപത്തുള്ള ഹീരാപോളിസിലെ പുരാതന അവശിഷ്ടങ്ങൾ പമുക്കലയുടെ കാൽസ്യം കുന്നുകളുടെ പശ്ചാത്തലത്തിന് ചരിത്രപരമായ ആഴം നൽകുന്നു. വെളുത്ത ടെറസുകൾ, നീലജലം, പച്ചപ്പ് നിറഞ്ഞ സമതല കാടുകൾ എന്നിവയുടെ വൈവിധ്യം പമുക്കലയെ ഭൂമിയിലെ ഏറ്റവും സവിശേഷമായ ഭൂപ്രകൃതികളിൽ ഒന്നാക്കി മാറ്റുന്നു. സൊഖോട്ര ദ്വീപ്, യമൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പതിച്ച വലിയൊരു ഉൽക്ക പോലെയാണ് യമനിലെ സൊഖോട്ര ദ്വീപ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യസ്പർശമില്ലാതെ കിടന്ന ഇവിടെ ഭൂമിയിൽ മറ്റൊരിടത്തും കാണാത്ത സസ്യജാലങ്ങളുണ്ട്. കുടയുടെ ആകൃതിയിലുള്ള മേലാപ്പും ചുവന്ന റസിനുമുള്ള ഡ്രാഗൺ ബ്ലഡ് ട്രീയാണ് ഏറ്റവും പ്രശസ്തം. ചുണ്ണാമ്പുകല്ല് ഗുഹകൾ, വെളുത്ത മണൽക്കൂനകൾ, ടർക്കോയിസ് ജലം എന്നിവ ദ്വീപിനെ സവിശേഷമാക്കുന്നു. ഇവിടെയുള്ള ആവാസ വ്യവസ്ഥ ഭൂമിയിൽ തന്നെ ഏറ്റവും ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ടതാണ്. പ്രാചീന ലോകത്തിലേക്കുള്ളൊരു വാതിലാണ് സൊഖോട്ര, പരിണാമത്തിൻ്റെ ജീവനുള്ള മ്യൂസിയം. മെറ്റിയോറ, ഗ്രീസ്. മധ്യ ഗ്രീസിലെ സമതലങ്ങളിൽ നിന്ന് ആകാശത്തിലേക്ക് കുതിച്ചു പൊങ്ങിയ കൂറ്റൻ കൽത്തൂണുകളാണ് മെറ്റിയോറ. പാറക്കെട്ടുകളുടെ മുകളിൽ ഭൂമിക്കും ആകാശത്തിനുമിടയിൽ തൂക്കിയിട്ട പോലെ തോന്നുന്ന പുരാതന മൊണാസ്ട്രികളുണ്ട് ഇവിടെ. ആത്മീയതയിൽ അഭയം പ്രാപിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സന്യാസിമാരുള്ള ഈ മൊണാസ്ട്രികൾ 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. മൂടൽമഞ്ഞ് മെറ്റിയോറയിലെ തൂണുകളെ ചുറ്റിപ്പറ്റി നിഗൂഢമായൊരു അന്തരീക്ഷമുണ്ടാക്കുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ മെറ്റിയോറയിലെ പാറകളുടെ നിറം മാറും. മെറ്റിയോറ കാഴ്ചയിൽ അതിശയിപ്പിക്കുന്നതും ആത്മീയ ശക്തിയുള്ളതും പ്രകൃതിയുടെ അത്ഭുതങ്ങളെ മനുഷ്യരുമായി സംയോജിപ്പിക്കുന്നതുമാണ്. ഷാങ്ജിയാംഗി നാഷണൽ പാർക്ക്, ചൈന. ചൈനയിലെ ഷാങ്ജിയാംഗി നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് അവിടെയുള്ള അവതാർ മലകളുടെ പേരിലാണ്. ഇടതൂർന്ന വനങ്ങളിൽ നിന്ന് ലംബമായി ഉയരുന്ന ചെങ്കൽ തൂണുകളാണ് ഇവിടെയുള്ളത്. ഇവ നേർത്ത മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞിരിക്കുന്നു. ജെയിംസ് കാമറൂണിൻ്റെ അവതാർ സിനിമയിലെ ആകാശത്തു നിന്ന് തൂങ്ങിക്കിടക്കുന്ന പർവ്വതങ്ങൾക്ക് ഷാങ്ജിയാങ്ജിയിലെ ഈ ഡ്രമാറ്റിക് മലകളാണ് പ്രചോദനം നൽകിയത്. ഇവിടെ ഭൂപ്രകൃതി അനന്തവും യാഥാർത്ഥ്യബോധമില്ലാത്തതുമായി തോന്നും. പ്രകൃതി ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിക്കുന്നു. കൊടുമുടികൾ മേഘങ്ങളിലേക്ക് അപ്രത്യക്ഷമാകുന്നു. ഗ്ലാസ് പാലങ്ങൾ, പാറക്കെട്ടുകളുടെ വശങ്ങളിലെ നടപ്പാതകൾ, കേബിൾ കാറുകൾ എന്നിവ അനുഭവങ്ങളാണ്. ഭാവനയും യാഥാർത്ഥ്യവും തമ്മിൽ മാറിപ്പോകുന്ന സ്ഥലമാണ് ഷാങ്ജിയാങ്ജി. ഹില്ലിയർ തടാകം, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുടെ തെക്കൻ തീരത്ത് മിഡിൽ ഐലൻഡിലുള്ള പിങ്ക് നിറമുള്ള തടാകമാണ് ഹില്ലിയർ. വെള്ളത്തിലും പാറകളിലുമുള്ള ആൽഗകളാണ് ഹില്ലിയറിന് പിങ്ക് നിറം നൽകുന്നത്. പ്രകൃതിയുടെ വിചിത്രമായൊരു പ്രതിഭാസം. ഒരു വശത്ത് ഇടതൂർന്ന വനവും മറുവശത്ത് ആഴമുള്ള നീലസമുദ്രവും കൊണ്ട് ചുറ്റപ്പെട്ട ഹില്ലിയർ തടാകം ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ സുഖവാസ കേന്ദ്രങ്ങളിലൊന്നാണ്.
കപ്പഡോഷ്യ, തുർക്കി. തുർക്കിയിലെ കപ്പഡോഷ്യ അതിൻ്റെ ഫെയറി ചിമ്മിനികൾക്ക് പേരുകേട്ട മാന്ത്രിക മേഖലയാണ്. കാറ്റും മണ്ണൊലിപ്പും ചേർന്ന് രൂപപ്പെടുത്തിയ ഉയരമുള്ള കോണാകൃതിയിലുള്ള പാറകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. മൃദുവായ ലാവാശിലകളിൽ കൊത്തിയെടുത്ത പുരാതന ഗുഹാവീടുകൾ, പള്ളികൾ, ഭൂഗർഭ നഗരങ്ങൾ എന്നിവയുടെ ഒരു ലോകം കപ്പഡോഷ്യയിലെ കുന്നുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. സൂര്യോദയം മുതൽ നൂറുകണക്കിന് ടൂറിസ്റ്റുകളെ വഹിച്ച് ഹോട്ട് എയർ ബലൂണുകൾ ആകാശത്തേക്ക് ഉയരും. അവ ഈ സർറിയൽ ഭൂപ്രദേശത്തിന് മുകളിലൂടെ സൗമ്യമായി ഒഴുകി നടക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മനുഷ്യ നാഗരികതയും പ്രകൃതിയും ചേർന്ന് സംയോജിപ്പിച്ചെടുത്തൊരു സ്ഥലമാണ് കപ്പഡോഷ്യ. ഫറോ ഐലൻഡ്സ്, ഡെൻമാർക്ക്. ഡ്രമാറ്റിക്കായ പാറക്കെട്ടുകൾ, കടലിലേക്ക് കയറി കിടക്കുന്ന പച്ചക്കുന്നുകൾ, ഇരമ്പുന്ന അറ്റ്ലാന്റിക് സമുദ്രം എന്നിവയാൽ ചുറ്റപ്പെട്ട ദ്വീപസമൂഹമാണ് ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ഫറോ ദ്വീപുകൾ. കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ സമുദ്രത്തിലേക്ക് നേരിട്ട് പതിക്കുന്നു. അറ്റ്ലാന്റിക്കിൽ നിന്നും പൊങ്ങുന്ന ജലരാശിയുടെ മൂടൽമഞ്ഞ് ഫറോ ദ്വീപുകളെ എല്ലായ്പ്പോഴും പൊതിഞ്ഞിരിക്കും. നോക്കിയിരിക്കെ കാലാവസ്ഥ മാറും. ഓരോ കാഴ്ചയിലും ഫറോ ദ്വീപുകൾ നിഗൂഢത പേറുന്നു. മനുഷ്യരെക്കാൾ കൂടുതൽ ആടുകളുണ്ട് ഫറോയിൽ. ആടുകളെ മേയ്ക്കുന്നവർ ജീവിക്കുന്ന പരമ്പരാഗത ഗ്രാമങ്ങളും. ദ്വീപുകളുടെ മിക്ക പ്രദേശങ്ങളും മനുഷ്യസ്പർശമേൽക്കാത്തതാണ്. ഏകാന്തതയും സിനിമാറ്റിക് ലാൻഡ്സ്കേപ്പുകളും തേടുന്ന യാത്രക്കാർക്ക് ലോകത്തിൻ്റെ അവസാനമാണ് ഫറോ ദ്വീപുകൾ. മൗണ്ട് റോറൈമ, വെനിസ്വേല. മേഘം മൂടിയ ഇരുണ്ട മഴക്കാടുകളിൽ നിന്ന് കുത്തനെ ഉയർന്നു നിൽക്കുന്ന വലിയ പരന്ന മുകൾ തട്ടുള്ള പർവ്വതമാണ് വെനിസ്വേലയിലെ റൊറൈമ. സർ ആർതർ കോണൽ ഡോയലിൻ്റെ ദി ലോസ്റ്റ് വേൾഡിന് പ്രചോദനമായത് മൗണ്ട് റൊറൈമയാണ്. ആയിരക്കണക്കിന് അപൂർവ സസ്യങ്ങളുണ്ട് ഇവിടെ. അതിൻ്റെ കൂറ്റൻ പാറക്കെട്ടുകളിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ ഒഴുകി താഴെയുള്ള വനത്തിലേക്ക് അപ്രത്യക്ഷമാകുന്നു. മുകളിലേക്കുള്ള ട്രെക്കിംഗ് വെല്ലുവിളി നിറഞ്ഞതാണ്. മുകളിലെത്തിയാൽ നമ്മൾ ആ ക്ഷീണം മറക്കും. കാലത്തിൽ നിന്നും നാഗരികതയിൽ നിന്നും ഒറ്റപ്പെട്ട് പ്രകൃതി സ്വന്തം പുരാതന നിയമങ്ങൾ പാലിക്കുന്ന ഒരിടമാണ് മൗണ്ട് റൊറൈമ. ഗ്ലോവം ഗുഹകൾ, ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൽ വൈറ്റോമോയിലെ ഗ്ലോവം ഗുഹകൾ മിന്നാമിനികളുടെ ലോകമാണ്. ഇരുണ്ട ലൈംസ്റ്റോൺ കേവുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ചെറിയ ഗ്ലോവമുകൾ മൃദുവായ നീല വെളിച്ചം പുറപ്പെടുവിക്കും. നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രി ആകാശം പോലെ ഇത് തോന്നും. ഗുഹകളുടെ തിളങ്ങുന്ന സീലിങ്ങിന് താഴെ സന്ദർശകർക്ക് ബോട്ടിൽ സഞ്ചരിക്കാം. ശാന്തവും ആത്മീയവുമായ അന്തരീക്ഷം. ഗ്ലോവമുകൾ ഇരയെ ആകർഷിക്കാനാണ് അവയുടെ വെളിച്ചം ഉപയോഗിക്കുക. എന്നാൽ നമ്മൾ മനുഷ്യർക്ക് ഈ വെളിച്ചം മാന്ത്രികമായി അനുഭവപ്പെടും. ഇരുട്ടും സൗമ്യമായ പ്രകാശവും തമ്മിലുള്ള വ്യത്യാസം ഗുഹകളെ അവിസ്മരണീയമാക്കുന്നു. ദിവയോ, അരിസോണ, USA. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഒഴുകുന്ന വെള്ളം പാറക്കെട്ടുകളിൽ കൊത്തിയെടുത്ത അത്ഭുതമാണ് അരിസോണയിലെ ദിവയോ. മലമടക്കുകളിലെ ഒഴുകുന്ന വരകളും ചുഴലിക്കാറ്റുകളും പാറയിൽ കൊത്തിയെടുത്ത തണുത്തുറഞ്ഞ തിരമാലകളോട് സാമ്യമുള്ളതാണ്. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതക്കനുസരിച്ച് നിറങ്ങൾ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നിവയിലേക്ക് മാറുന്നു.
ദ്വീപിലെ ദുർബലമായ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് പ്രവേശനം കർശനമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹൈക്കുകളിലൊന്നാണ് ദ്വീപിലേത്. മുകളിലെത്തുമ്പോൾ പ്രകൃതി വരച്ചിട്ട ഒരു മായ ക്യാൻവാസിലേക്ക് നോക്കും പോലെ തോന്നും. ഗ്രേറ്റ് ബ്ലൂ ഹോൾ, ബെലീസ്. കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ അണ്ടർ വാട്ടർ സിങ്ക് ഹോളാണ് ബെലീസിലെ ഗ്രേറ്റ് ബ്ലൂ ഹോൾ. ഹിമയുഗത്തിൽ സംഭവിച്ച ഭൗമ പ്രതിഭാസത്തിലാണ് ഈ വിചിത്രമായ സിങ്ക് ഹോൾ രൂപപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. വൃത്താകൃതിയിലുള്ള 120 മീറ്ററിലധികം ആഴമുള്ള ഇത് ടർക്കോയിസ് വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സ്റ്റാലാക്ടൈറ്റുകൾ, ഗുഹകൾ, പുരാതന ശിലാരൂപങ്ങൾ എന്നിവയുടെ ഒരു വിചിത്രമായ ലോകത്തേക്ക് ഡൈവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ബാൻഫ് നാഷണൽ പാർക്ക്, കാനഡ. മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും മരതക നിറമുള്ള തടാകങ്ങളും അഴക് ചേർത്തുന്ന കനേഡിയൻ റോക്കീസിൻ്റെ മാസ്റ്റർ പീസാണ് ബാൻഫ് നാഷണൽ പാർക്ക്. ഹിമാനികൾ ഉരുകി ഒഴുകിയെത്തുന്ന അൺറിയലായ പച്ച നിറമുള്ള ജലം നിറഞ്ഞ ലൂയിസ് തടാകവും മൊറൈൻ തടാകവും ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ്. വന്യജീവികൾ ഇവിടെ സ്വതന്ത്രമായി വിഹരിക്കുന്നു. വനത്തിലൂടെ മനോഹരമായ ഹൈവേകൾ ഓരോ വളവിലും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ നൽകുന്നു. വേനൽക്കാലത്ത് പാർക്ക് 1000 നിറങ്ങൾ കൊണ്ട് സജീവമാകും. ശൈത്യകാലത്ത് അതൊരു മഞ്ഞ് നിറഞ്ഞ പറുദീസയായി മാറുന്നു. ലെൻകോയിസ് മാരൻഹെൻസസ്, ബ്രസീൽ. ബ്രസീലിലെ ലെൻകോയിസ് മാരൻഹെൻസസ് കാഴ്ചയിൽ മരുഭൂമി പോലെയാണ്. എന്നാൽ അത് വരണ്ടതല്ല. അവിടെ വെളുത്ത മണൽക്കൂനകൾ ചക്രവാളത്തിലേക്ക് നീളുന്നു. മഴക്കാലത്ത് അവയ്ക്കിടയിൽ സ്ഫടികം പോലെ തെളിഞ്ഞ ശുദ്ധജല തടാകങ്ങൾ രൂപം കൊള്ളുന്നു. നീലവെള്ളത്തിൻ്റെയും തിളക്കമുള്ള മണലിൻ്റെയും വ്യത്യാസം ഏതാണ്ട് അസാധ്യമായ ഒരു ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. കണ്ണെത്താ ദൂരത്തോളം മണൽക്കൂനകളാൽ ചുറ്റപ്പെട്ട ഈ തടാകങ്ങളിൽ സന്ദർശകർക്ക് നീന്താൻ കഴിയും. കാറ്റ് മണൽക്കൂനയുടെ രൂപം മാറ്റിക്കൊണ്ടേയിരിക്കും. തടാകത്തിലെ വെള്ളം അതിൽ കവിത രചിക്കും. ഹാലോങ് ബേ, വിയറ്റ്നാം. ശാന്തമായ മരതക പച്ച നിറമുള്ള ജലത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആയിരക്കണക്കിന് ചുണ്ണാമ്പുകല്ല് ദ്വീപുകളുടെ നിഗൂഢമായ തീരമാണ് വിയറ്റ്നാമിലെ ഹാലോങ് ബേ. മൂടൽമഞ്ഞിൽ പൊതിഞ്ഞ ഈ രൂപങ്ങൾ കടലിന് മുകളിൽ ദ്വീപിന് കാവൽ നിൽക്കുന്ന പുരാതന കാവൽക്കാരെ പോലെ തോന്നും. ദ്വീപുകളിൽ ലാബറിന്ത് ഗുഹകളും ലഗൂണുകളും ഫ്ലോട്ടിംഗ് വില്ലേജുകളുമുണ്ട്. ഉൾക്കടലിലൂടെ ഒരു കുട്ടവഞ്ചിയിൽ സഞ്ചരിക്കുന്നത് അനുഭവമാണ്. ഡ്രാഗണുകളാണ് ഈ ദ്വീപുകൾ സൃഷ്ടിച്ചത് എന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. ഇത് ശരിവെക്കുന്ന ഭൂപ്രകൃതി. സിങ്കി ഡി ബമറാഹ, മഡഗാസ്കർ. ചുണ്ണാമ്പുകല്ല് കൊടുമുടികൾ കൊണ്ട് പ്രകൃതി നിർമ്മിച്ച ശിലാവനമാണ് മഡഗാസ്കറിലെ സിങ്കി ഡി ബമറാഹ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഈ ഭൂപ്രദേശം അപ്രതീക്ഷിതമായ ചതുപ്പുകളും ഗർത്തങ്ങളും നിറഞ്ഞതാണ്. സിങ്കി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സുരക്ഷിതമല്ലാത്ത ഇടമെന്നാണ്. കാടിനുള്ളിൽ അപൂർവ ഇനത്തിലുള്ള വന്യജീവികളും ആഴത്തിലുള്ള മലയിടുക്കുകളും ഒളിഞ്ഞിരിക്കുന്നു. ഒരു പ്രകൃതിദത്ത കോട്ട പോലെ. ഭൂമിയിലെ ഏറ്റവും തീവ്രവും അസാധാരണവുമായ ഭൂമിശാസ്ത്ര പ്രഹേളികയാണ് സിങ്കി ഡി ബമറാഹ.
വൈറ്റ് ഹാവൻ ബീച്ച്, ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും സുന്ദരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശുദ്ധമായ വെളുത്ത സിലിക്ക മണലിന് പേരുകേട്ടതാണ് ഓസ്ട്രേലിയയിലെ വൈറ്റ് ഹാവൻ ബീച്ച്. 7 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ മണൽ പരവതാനി കടുത്ത ചൂടുള്ള ദിവസങ്ങളിൽ പോലും തണുപ്പുള്ളതാണ്. വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ചുഴലിക്കാറ്റുകൾ ഇവിടെ സാധാരണം. വിറ്റ്സൺഡേ ദ്വീപുകളിലാണ് വൈറ്റ് ഹാവൻ ബീച്ച്. കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന മിക്ക ട്രാവൽ സർവേകളിലും യാത്രികർ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചായി തിരഞ്ഞെടുത്തത് വൈറ്റ് ഹാവൻ ആയിരുന്നു. ഹൈലാൻഡ്സ് ഓഫ് ഐസ്ലൻഡ്. ഐസ്ലൻഡിൻ്റെ ഹൈലാൻഡ്സ് പ്രദേശം അഗ്നിപർവ്വതങ്ങൾ സൃഷ്ടിച്ച ലാവ മരുഭൂമിയാണ്. ഹിമാനികൾ, വർണ്ണാഭമായ റിയോലൈറ്റ് പർവ്വതങ്ങൾ എന്നിവ ഭൂപ്രകൃതിയെ ഒരു സ്വപ്നം പോലെ സുന്ദരമാക്കുന്നു. കറുത്ത മണൽ സമതലങ്ങളിലൂടെ നദികൾ ഒഴുകുന്നു. ചെറിയ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്നു. ഹോട്ട് സ്പ്രിങ്സിൽ നിന്ന് ചരിത്രാതീത കാലം മുതൽ നീരാവി ഉയരുന്നു. ഇവിടെ ഭൂപ്രകൃതി ചൊവ്വാഗ്രഹത്തിന് സമാനം. നാസയുടെ ഇൻ്റർ പ്ലാനറ്ററി സിമുലേഷനുകൾ നടക്കുന്ന ഭൂപ്രദേശം. വേനൽക്കാലത്ത് മാത്രമേ ഐസ്ലൻഡിലെ ഹൈലാൻഡ്സിലേക്ക് പ്രവേശിക്കാനാവൂ. ഭൂമിയിലെ അവിശ്വസനീയമായ ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള ഈ യാത്ര നിങ്ങൾക്ക് പ്രചോദനം നൽകിയെങ്കിൽ നമ്മുടെ നീലഗ്രഹത്തെ കൂടുതൽ അറിയാനുള്ള പലായനങ്ങൾക്ക് തയ്യാറെടുത്തോളൂ. പ്രിയ സഹയാത്രികർക്ക് നന്ദി.